എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. വളരെ കുറച്ച് നാളേ ഉള്ളൂ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും എന്നോട് കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയും ഇമെയിൽ അയക്കുകയും ചെയ്തു. പിന്നെ പരിചയമുള്ളവർ മെസ്സേജായിട്ടൊക്കെ അയച്ചു ചോദിച്ചു, എന്ത് പറ്റി വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ എന്നൊക്കെ. അതെനിക്കൊരു സന്തോഷമായിരുന്നു, അങ്ങനെ ചോദിച്ചല്ലോ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു പയ്യെ വീഡിയോസൊക്കെ പിന്നെ ഒന്ന് ഇട്ട് തുടങ്ങാം, വിശേഷമൊക്കെ പറയാമെന്ന്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു, ഒരു വർക്കിംഗ് ഡേയും കൂടെ ആയിരുന്നു. ഞാൻ പക്ഷേ രാവിലെ എഴുന്നേറ്റ് ആറ്റുകാൽ അമ്മയെ മനസ്സിൽ വിചാരിച്ച് നിവേദ്യമൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫുൾ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാനും അപ്പവും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുമ്മാ സംസാരിച്ചിരിക്കാം ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട്, എന്നിട്ട് ഒരു സ്നാക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. നമ്മുടെ വീടിൻ്റെ അടുക്ക് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റായിരുന്നു. സ്നാക്ക് ഓർഡർ ചെയ്ത് വീട്ടിൽ വന്ന് ഡിന്നർ കഴിക്കേണ്ടി വരുമെന്ന് കരുതി പോയി. ഞങ്ങൾ ഓർഡർ ചെയ്ത് സ്നാക്കിൻ്റെ ഒരു വലിപ്പം കണ്ടോ, കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട്. ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. ബാക്കി നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു, വേറെ നിവർത്തിയില്ലായിരുന്നു. ആ നടുക്കിരിക്കുന്നത് പൂ പോലെ വെച്ചിട്ടില്ലേ, ഫ്ലവറിൻ്റെ ഷേപ്പിൽ, അത് ബ്രെഡാണ്. എനിക്കൊന്നൊരു 3-4 തരം ബ്രെഡുകൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ബോൾ പോലെയുള്ളതില്ലേ, അതിൻ്റെ പേര് ബിറ്റർ ബോൾ എന്നാണ്. അതൊരു ടിപ്പിക്കൽ ഡച്ച് സ്നാക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മീറ്റ് അരച്ചിട്ടാണ്, നമ്മൾ പേസ്റ്റ് പോലെ ഇരിക്കും. എന്നിട്ട് അത് ഉള്ളിൽ, എന്നിട്ട് പുറമേ നമ്മുടെ കട്ട്ലറ്റിൻ്റെയൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ഇതിനകത്ത് കുറച്ച് ചീസ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഈ കാണുന്നതില്ലേ, അത് മീറ്റാണ്. ആക്ച്വലി മീറ്റ് ഭയങ്കര സ്മോക്ഡ് മീറ്റൊക്കെ ആയിരിക്കും. അത് ഭയങ്കരമായിട്ട് തിന്നായിട്ടൊരു ബ്ലേഡിൻ്റെ കണത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവരുടെയൊക്കെ ഒരു ടിപ്പിക്കൽ സ്നാക്കായിട്ടാണ് കേട്ടോ. നമ്മൾ പഴംപൊരിയും വടയും സമൂസയും ഉള്ളിവടയൊക്കെ കഴിക്കുന്നത് പോലെ ഇവരുടെ സ്നാക്കിങ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കണ്ടപ്പോൾ അതിൻ്റെ രസം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. പിന്നെ അതാ കുറേ ഡിപ്സ് ഉണ്ട്, സോസുകളുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ചീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്, നട്ട്സ് ഉണ്ട്, പിന്നെ പെപ്പറുണ്ട് മേളിൽ, അതിനകത്തും ഉള്ളിലും ചീസ് ഫില്ലിംഗ് ആണ്. പിന്നെ അവിടെ വേറൊരു കൊടി കുത്തി വെച്ചിരിക്കുന്നത് പോലെ ആ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ മേളിൽ കാണുന്നത് ചിക്കനാണ്. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു ക്രിസ്പി ഫോമിൽ. അങ്ങനെ ഇതെല്ലാം കഴിച്ച് വയറ് നിറച്ച് കുറേ ഫുഡ് മിച്ചമാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു.